ഹായ് ഗൈസ്, സെൽഫി ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണത് നല്ലൊരു അടിപൊളി മുന്തിരിത്തോട്ടാണ്. അബഹയിലുള്ള മുന്തിരിത്തോട്ടം കാണാൻ പോകല്ലേ? ഓക്കെ, ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പോണ വഴിമേൽ ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ ഒരു അടിപൊളി ഷോപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ പച്ചക്കറിണ്ട്, അല്ല ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല പൂക്കള് വിൽപ്പനാണ്. മാഷാല്ലാ, അടിപൊളി അടിപൊളി നല്ല പൂക്കൾ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. ഒക്കെ അബഹയ്ക്ക് പോണ വഴിയിലാണ്. പിന്നെ മാവിൻ്റെ ഒരു വലിയൊരു ശേഖരം, മാതൈൻ്റെ മാവിൻ തൈകൾ, ഒരുപാട് ചെടികളൊക്കെ വിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. അബഹയ്ക്ക് വണ്ടിൻ്റെ നല്ല തിരക്കുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവിടെ നല്ല മഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോവായിരിക്കും ആൾക്കാർ. എന്തായാലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വേണ്ട ഇവിടുന്ന്. ഭയങ്കരമായിട്ടുള്ള പർച്ചേസിംഗ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാങ്ങ ലൈവായിട്ട് നല്ല പരിപാടിയാ. ചെറിയ പൈസ ഉള്ളൂ. അങ്ങനെ പൊട്ടിയൊക്കെ പുളിയുണ്ടത് മാങ്ങ കഴിക്കാം. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടെന്ന് അല്ലേ? കണ്ട് നോക്കാലോ. അങ്ങനെ നമ്മൾ പോണ വഴിമല് കണ്ടൊരു കാഴ്ചയാണ്. നമ്മളെ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ എണ്ണ ആട്ടാൻ വേണ്ടിയിട്ട് കുതിരല്ല ഒട്ടകത്തിനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കലുണ്ടായിരുന്നു. അപ്പം അന്ന് വ്യത്യസ്തമായിട്ട് കണ്ടിട്ടൊരു മെഷീനാണ്. ഒരു മെഷീൻ പിന്നെ മോട്ടർ വെച്ചിട്ട് അതിങ്ങനെ കറങ്ങിക്കോളും. അതിലെന്തോ ഇങ്ങനെ കാര്യമായിട്ട് എണ്ണ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണ ഇങ്ങനെ ആവുന്ന കാഴ്ചയാണ്. കണ്ടല്ലേ? തോന്നുന്നു എള്ളാന്ന് തോന്നുന്നുണ്ട്. കണ്ടോ? എള്ളിന്റെ ഇത് എള്ളിനാണ് കേട്ടോ. കണ്ടോ? ഈ എള്ളയിലിട്ടിട്ട് എണ്ണ ആക്കാണ്. അതായത് ഇതിന് ഏകദേശം 25 റിയാല്, 25. ഇതിന് 50 റിയാലാ പറഞ്ഞത്. ഈ ഒരു ബോട്ടിന് 50 റിയാല്. ഇതാ കണ്ടോ? എണ്ണ റെഡിയാണ്. ഇതാണ് എള്ളെണ്ണ എന്ന് പറഞ്ഞ സാധനം. എള്ളെണ്ണ ഉണ്ടാക്കുന്ന രീതിയാണത്. ഓക്കെ, പോലേ? നമുക്കൊരു ജുമാമ്പൊക്കെ അവിടെ എത്തണം. ഹായ് ഹായ് ഹായ്. കണ്ടില്ല, ജുമാമ്പൊക്കെ നമ്മൾ അവിടെ എത്തണം അല്ലേ? ഓക്കെ, എന്നാ വിട്ടുള്ളിയല്ലോ. لله الذي جعل محبته صلى الله عليه وسلم من الإيمان وجعل سنته طريقا لدخول الجنان وأشهد أن അങ്ങനെ ജുമാ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചെറുക്കൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ ഇതാ പുറത്തേക്ക് ഇറങ്ങി. വണ്ടി നമ്മൾ കുറച്ച്
റോഡിൻ്റെ ആ ഭാഗത്താണ് വെച്ചത്. മഴ പെയ്യാനൊക്കെ ഉള്ളൊരു മൂടലിങ്ങനെ കാണുന്നുണ്ട്. 2 മണിയാകുമ്പോൾ പെയ്യുന്നാ പറയണത്. നോക്കാം നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അഭിപ്രായം ചോദിച്ചാൽ പറഞ്ഞ് അറബിക് ഫുഡ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അറബിക് ഫുഡ് പെട്ടെന്ന് ഓർമ്മ വന്ന് നമ്മളെ ആലം ജംറാണ് പെട്ടെന്ന് ഓർമ്മ വന്ന്. അപ്പോൾ അതും തേടി പോവാണ്. ആലം ജംറയിലേക്കാണ് നമ്മൾ പോണത്. അടിപൊളി ഫുഡാണ് അവിടെ. ഇതൊക്കെ അബഹയിലുള്ള ചായ, വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള ചായ കടകളാണ് കേട്ടോ. ശരിക്കും വൈകുന്നേരങ്ങളിൽ നല്ല തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് ഇതേപോലത്തെ ഒരു ചായ ഒക്കെ കുടിച്ചാൽ വാവ്, വെറൈറ്റി ചായകളാണ്. നമ്മളിതാ മത്താം ആലം ജംറന്റെ മുമ്പിൽ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മള് അഭയന്ന് കമ്മീസിലേക്ക് പോകുമ്പോൾ എയർപോർട്ട് റോഡ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ട് ആ കുബിരി കയറാതെ കുബിൻ്റെ അടിയിൽ കൂടെ വരുമ്പോൾ റൈറ്റ് സൈഡിലുള്ള മത്താം ആലം ജംറ എന്നൊരു പെപ്സിയോ സോനപ്പം മിക്സ് ആയിട്ട് കുറച്ച് പത്തെണ്ണം വേണ്ട 6 മതി. ഇതാണ് നമ്മളെ കല്ലുമ്മൽ ചുട്ട കോഴി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് ഇത് അല്ലേ. അതുപോലെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഷവായ ഇങ്ങനെ തിരിച്ചുകൊടുക്കണം. ഇത് ഗ്യാസ് മരല്ല എന്നുള്ളതാണ്. ശരിക്കും നല്ല നമ്മളെ കരിയിൽ ഇങ്ങനെ വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുഖത്തൊക്കെ ഇങ്ങനെ റെഡി കൊടുക്കാണ്. ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. 2 ഐറ്റം ചോറാണ് നമ്മൾ ഓർഡർ ചെയ്ത്. കഴിച്ചു നോക്കാം. വെള്ളിയാഴ്ച ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങളേതായാലും ഫുഡൊക്കെ കഴിച്ച് ഏതായാലും കമ്മീസ് അബയിൽ വരുന്ന ആളുകളും ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഒരു രക്ഷയില്ല. എങ്ങനെ ഫുഡൊക്കെ കഴിച്ചില്ലേ? അടിപൊളി ഫുഡ്. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ അല്ലേ? അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച മഴ അബയിൽ പെയ്തോണ്ടിരിക്കാണ്. മുന്തിരിത്തോട്ടത്തിലേക്ക് ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇനി അവിടെ എത്തിയിട്ട് മുന്തിരി എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അത്തിപ്പഴം മുന്തിരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കാം. ഇതാ നമ്മളെ തോട്ടത്തിലെത്തി. അപ്പോഴേക്ക് ഇതാ ചെറുങ്ങനെ മഴയും പെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ അങ്ങോട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. മഴയുടെ നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. മുന്തിരി ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മുന്തിരി, കറുത്ത മുന്തിരി, പച്ച മുന്തിരി, വെളുത്ത മുന്തിരി ഒക്കെ ഉണ്ട്. കമ്പലോ സാർ 15. ചെറിയൊരു ടിക്കറ്റ് ഉണ്ട്. ഒരു 10 റിയാൽ വേണം ഇതിൽ കയറണമെങ്കിൽ. ഇതാണ് മസ്ര പിൻ ജർബോ. ഏതായാലും ഇതിലിങ്ങനെ കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ മുന്തിരി ഉണ്ട്, ഫെറോളുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പോയി നോക്കി ഇനി എന്തൊക്കെ ഉള്ളതെന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഫെറോളിൻ്റെ മസ്രയിലേക്കാണ് കയറുന്നത്. ഇതാണ് ഫെറോള. വാ, ഫെറോള ഇതാ ഉണ്ടായിട്ടില്ല കേട്ടോ. ഫെറോള ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ ഇല്ലേ. വലിയ മസറാണ് ഫെറോളിൻ്റെ. നമ്മൾ പോയി നോക്കാം. അതിൻ്റെ ടൈം ആകുന്നേ ഉള്ളൂ തോന്നുന്നു. കുറച്ചൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെല്ലാം ഇങ്ങനെ കയറി വരുന്നത് പിന്നെ നമ്മളെ ഒരു റുമ്മാൻ്റെ തോട്ടത്തിലേക്ക് കേട്ടോ. അവിടെയൊക്കെ അത് നിറഞ്ഞു കിടക്കുന്ന റുമ്മാൻ കണ്ടില്ലേ. ഇതിലൊക്കെ അതാ റുമ്മാൻ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. റുമ്മാൻ ഉണ്ടല്ലേ. ഇതിൻ്റെ ഒരു സെക്ഷനാണിത്.
റുമ്മാന് പഴുത്തിക്കണോ? അടിപൊളി ഇല്ല, നല്ല റുമ്മാന് പഴുപ്പ് പാകമൊക്കെ ആയിട്ടുണ്ട്. ഹായ്, എങ്ങനുണ്ട്? അടിപൊളിയാ? അതിന്റെ പേരെന്താ? റുമാൻ. ഓക്കെ. പിന്നെ നമ്മൾ ചെല്ലണത് അത്തിപ്പഴത്തിന്റെ മരത്തിലേക്കാണ്. അത്തിപ്പഴം പഴുത്തുണ്ടല്ലോ അല്ലേ? അടിപൊളി അത്തിപ്പഴം. ഇതാണ് അത്തിപ്പഴത്തിന്റെ മരം എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. എല്ലാം പഴുത്തതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടല്ലേ പഴുത്ത് കിടക്കുന്ന. പിന്നെ നമ്മളിതാ ഇങ്ങനെ മുന്തിരിത്തോട്ടത്തിലേക്ക് ഇതാ ഇപ്പോഴാണ് കയറി ചെന്നത്. കണ്ടില്ലേ, മുന്തിരിയൊക്കെ ജായിച്ചാണ്. നല്ല മുന്തിരി, കറുത്ത മുന്തിരി, റോസ് മുന്തിരിയൊക്കെ ഉണ്ട്. പച്ചമുന്തിരിയൊക്കെ അവിടെ ഉണ്ട്. ഇഷ്ടം പോലെ മുന്തിരി വള്ളികളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടല്ലോ. എന്ത് രസമാണ് ഇത് കാണാൻ തന്നെ അല്ലേ? ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അതിന് നല്ല മധുരമുണ്ട്. നല്ല ഫ്രഷ് മുന്തിരി, വേറെ കൂടുതൽ പുറത്തൊന്നും പഴക്കമൊന്നും ഇല്ലാത്ത, നമുക്ക് ലൈവായിട്ട് ഇവിടുന്ന് വാങ്ങിക്കാനും കിട്ടും സാധനം. അങ്ങനെ നമ്മൾ തോട്ടത്തിലെത്തി. തോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് 2-3 സെക്ഷൻ ഉണ്ട്. കറുത്ത മുന്തിരിൻ്റെത്, അതുപോലെ തന്നെ വെള്ള മുന്തിരി ഒക്കെ 2-3 സെക്ഷനാണ്. എനിക്ക് തോന്നുന്നത് വെള്ള മുന്തിരി ഇങ്ങനെ പഴുത്തതാണ്, കറുത്തതാണ്. കണ്ടില്ലേ, ഇതിൽ തന്നെ കണ്ടില്ലേ, ഈ പച്ചമുന്തിരി ഉണ്ട്. വെറൈറ്റി ആയിട്ടില്ല, നല്ല മധുരമുള്ള മുന്തിരിയാണ് കേട്ടോ. ഇവിടുന്ന് ശരിക്കും എടുത്ത് തിന്നാൻ പറ്റൂല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഒരു പീസൊക്കെ പോയി അത്. അപ്പോൾ ഇതാണ് മുന്തിരി തോട്ടങ്ങൾ. ഇഷ്ടം പോലെ ആളുകൾ, മലയാളികളൊക്കെ തന്നെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് കാഴ്ചകളൊക്കെ കാണാൻ. അത്തിപ്പഴം കണ്ടോ? പുറമെ നല്ല പച്ച കളറൊക്കെ ആണെങ്കിലും ഉള്ളിൽ ഇതേപോലെ കണ്ടില്ല, നല്ല ചുവപ്പാണ്. നല്ല ടേസ്റ്റുമാണ്. നല്ല മധുരം ഉണ്ട് ഇപ്പോൾ. അതുപോലെ ഇതാ പീച്ച് ഇത് നിറഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ. പിന്നെ നമ്മളെ ബർസൂമി, നല്ല വലിയ ബർസൂമി. ഇതാ അടിപൊളി ബർസൂമി ഉണ്ട്. അപ്പോൾ തോട്ടത്തിലെ കാഴ്ച എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ്. എല്ലാവരും നല്ല ആസ്വദിച്ച്, മുന്തിരി പറിച്ച് തിന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, കുറച്ചൊക്കെ ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ കുഴപ്പമില്ല. നല്ല ചീര, നല്ല ചുമന്ന ചീര, നല്ല ഭംഗിയായിട്ട് മറ്റു വളർത്തി നടുവിലൊക്കെ നല്ല പൂക്കളും. എന്ത് രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയില്ല കാണാൻ. ഇവിടെ ഭയങ്കര കച്ചവടത്തിൻ്റെ തിരക്കാണ്. ഇതാ 15 റിയാലാണ് മുന്തിരി. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 4 മണിയായപ്പോഴേക്ക് അബേല് നല്ല മഴ ഉണ്ടോ. ഒരു ഭാഗത്തേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ മഴ ഒരു പെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. റോഡൊക്കെ അവിടേക്കൊക്കെ ബ്ലോക്കാണ്. അബഹന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിനി വൈകുന്നേരത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല അടിപൊളി ചായ കിട്ടുമെന്ന് പറഞ്ഞു അബഹ സൂക്കില്. അവിടെ പോയി നോക്കാം. അത് നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് മഴ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മളിതാ താജ് റോയലാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. താജ് റോയൽ നമുക്ക് പോയി നോക്കാം. നല്ല അടിപൊളി ചായ കിട്ടുമെന്ന് പറഞ്ഞു. ഏതായാലും പോയി നോക്കാം നമുക്ക്. അസ്സലാമലൈക്കും. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കണ്ട് ഇങ്ങനെ പുറത്തിറങ്ങിയാണ്. ഇതാണ് നമ്മളെ അബഹ സൂക്ക് എന്ന് പറഞ്ഞത്. അബഹന്റെ സൂക്കാണിത്. പണ്ടൊക്കെ ഭയങ്കര ആളും ജഗമൊക്കെ ആയിരുന്നു. ഇന്നും ഉണ്ട്. ഇപ്പം നല്ലൊരു മഴയൊക്കെ പെയ്ത് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. അബഹന്റെ സൂക്കിൻ്റെ സെൻറ്ററിലാണ് ഇപ്പം നമ്മളുള്ളത്. സൂക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം നല്ല ആളും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ അബഹ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി തിരിച്ച് പോരുന്ന വഴിയാണ്. അബഹ ചുരമാണിത്. ചുരത്തിൽ വണ്ടികൾ താഴെ നിന്ന് ഇങ്ങോട്ട് കയറുന്നതും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നതൊക്കെ ആയിട്ടുണ്ട്. കാഴ്ചകൾ ഇത്രയായിട്ട് ക്ലിയർ ഉണ്ടാവില്ല ഇപ്പോൾ. ഏതായാലും നല്ല രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. തിരിച്ചു പോരുമ്പോൾ ചുരത്തിൽ നിന്ന് നല്ലൊരു മഴ കിട്ടി. ആ മഴയെ ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.